ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. എണീറ്റപ്പോൾ തന്നെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയായിരുന്നു ഇതേ ദിവസം 3 വർഷം മുമ്പത്തെ കാര്യം. എൻ്റേത് സിസേറിയനായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കയറ്റി. അപ്പോൾ പറഞ്ഞു നാളെ സിസേറിയൻ ചെയ്യാൻ പോവുകയാണെന്ന്. ആ രാത്രി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഉറങ്ങായിരുന്നു. എനിക്ക് അമ്മയില്ല, എൻ്റെ കൂടെ ഉള്ളത് അമ്മായിയമ്മയായിരുന്നു. എല്ലാവരും ഉറങ്ങുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് പുറത്ത് എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ്, ഞാനും ഉറങ്ങിയില്ലടി. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ നീ ഉറങ്ങാത്ത? അത് ഭയങ്കര കൊതുകായിരുന്നു. എനിക്ക് വിഷമങ്ങൾ പറയാൻ ആരുമില്ല. ആ രാത്രി കഴിച്ചു കൂട്ടിയത് എനിക്ക് തന്നെ അറിയാം. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നടുവേദന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ വേറെ എക്സസൈസ് ചെയ്യുക. പിന്നെ കയ്യിൽ 2 ട്രിപ്പ് ഇട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെയൊക്കെ എങ്ങനെ എക്സസൈസ് ചെയ്യാനാണോ എന്തോ. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ രാവിലെ കൊണ്ടുപോയി വയറ് കീറി കൊച്ചിനെ എടുത്തു. ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര വിറയലായിരുന്നു. ദേഹമൊക്കെ ഭയങ്കര വിറയലായിരുന്നു. പുറത്തിറക്കിയപ്പോൾ നല്ല വിറയലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെ എന്നെ മൈൻഡ് ചെയ്യുന്നതായിട്ട് എനിക്കാരും ഞാൻ കണ്ടില്ല. എല്ലാവരും വന്ന് കൊച്ചിൻ്റെ കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും വന്നിട്ട് നിന്നെപ്പോലെ ഉണ്ട്. പക്ഷേ ഞാൻ അനുഭവിച്ച വേദനയും അതൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിലും അമ്മയില്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ. അന്ന് എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നല്ല, എന്തായാലും അമ്മ എൻ്റെ ഒപ്പം എൻ്റെ വേദനയിൽ നിൽക്കുമായിരുന്നു. എനിവേ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിച്ചു. പിന്നെ രാവിലെ വീട്ടിൽ കട്ട് ചെയ്തു. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവനെ വീണ്ടും കേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടുകാട് ചെന്നു. അവിടെ കടലിനടുത്ത് വെച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതിന് വീഡിയോയിൽ അധികം ക്ലിയർ ഒന്നും കാണില്ല കേട്ടോ. കടലായതുകൊണ്ട് പിന്നെ അവിടെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ക്ലിയർ ഇല്ല. പിന്നെ അവൻ അവിടെ വെച്ച് ഒരു കിച്ചൺ സെറ്റ് വാങ്ങിക്കൊടുത്തു. എന്തായാലും എൻ്റെ കുഞ്ഞു വാവയെ എൻ്റെ കൈ കെട്ടിയിട്ട് ഇന്ന് 3 വർഷം. എന്നെ അമ്മയെന്ന് വിളിക്കാനും എൻ്റെ വിഷമത്തിൽ കരയാനും, ഞാൻ കരഞ്ഞാൽ എൻ്റെ കൂടെ കരയാനും അവൻ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കുഞ്ഞു വാവയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ. എല്ലാ വർഷവും വിചാരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ട് അവൻ്റെ പിറന്നാളൊക്കെ ആഘോഷിക്കണമെന്ന്. പക്ഷേ പറ്റിയിട്ടില്ല. എന്നാലും എന്തെങ്കിലും ഇതൊക്കെ തന്നെ വലിയ ഭാഗ്യമാണ്. എന്നാലും അവൻ ആഗ്രഹിക്കുന്ന പോലെ അവൻ സൈക്കിളൊക്കെ ചോദിച്ചായിരുന്നു. സൈക്കിളൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു നല്ല ദിവസമായിരുന്നു. അത് ഞങ്ങൾ കടലിൽ വെച്ച് കേക്ക് മുറിച്ചതാണ്. അവനെ ഒരു കപ്പലിൽ കയറ്റിയിരുത്തിയിട്ട് അവിടെ ലൈറ്റൊന്നും അധികം ഇല്ലായിരുന്നു. അവിടുന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി. എന്നാലും മനസ്സിനൊരു വിഷമമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് കുറേ ആയി പള്ളിയിൽ പോയിട്ട്. അങ്ങനെ പള്ളിയിൽ പോകണമെന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനാണ് പോയത് വെട്ടുകാട്. പക്ഷേ കൊച്ചൊന്നിനും സമ്മതിച്ചില്ല. പിന്നെ അവനെയും കൊണ്ട് പള്ളിയിൽ പോയതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളത് തന്നെ ഒരു ലാറ്റിൻ പള്ളി. ഞങ്ങൾ മലങ്കരയാണ്. അവിടെ ചെന്നിട്ടും അധികം ഒന്നും ഇരിക്കാൻ പറ്റിയില്ല. കൊച്ചു ബഹളമാണ്. ഇവൻ ഒരു ദിവസം വളരുമ്പം ഇവൻ ഞങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കും. അവിടെയും നേരെ ഇരുന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല, പെട്ടെന്ന് ഇറങ്ങി. ബൈ.